Hi, welcome to my YouTube channel Code Learner. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സും വേരിയബിൾസും ടോക്കൺസും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാംസും ഒരു 4-5 പ്രോഗ്രാംസും നമ്മൾ ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും 8 ടൈപ്പ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓപ്പറേറ്ററും എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ സഹിതം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് സ്ലൈഡിലോട്ട് കിടക്കാം. ഓപ്പറേറ്റേഴ്സ് ഇൻ സി പ്രോഗ്രാമിനകത്ത് മെയിനായിട്ടും 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കമ്പൈലർ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. ആൻഡ് ദ ഓപ്പറേറ്റേഴ്സ് ആർ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, logical operators, assignment operators, increment and decrement operators, conditional or otherwise called ternary operators, bitwise operators and special operators. ഇതിനകത്ത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ മോഡ് അരിത്മെറ്റിക് ഓപ്പറേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എസ് ഈക്വൽ ടു 5+3, അതായത് 5ഉം 3ഉം ഇൻറ്റിജർ ടൈപ്പ് വാല്യൂസ് ആണ്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ റിയൽ മോഡ് അരിത്മെറ്റിക് ആണെന്നുണ്ടെങ്കിൽ 5.0 × 2.5, ഇവിടെ ഈ രണ്ട് വാല്യൂസും ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വാല്യൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിനകത്ത് മിക്സഡ് മോഡ് അരിത്മെറ്റിക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇൻറ്റിജർ വാല്യൂം ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ മിക്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് അരിത്മെറ്റിക് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് സി പ്രോഗ്രാമിനകത്ത് മെയിനായിട്ട് വരുന്നത് ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. മെയിനായിട്ടും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ വേറൊരു വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഏക്കകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഏക്കകത്ത് സ്റ്റോർ ചെയ്ത വാല്യൂ 10 ആണോ അല്ലെങ്കിൽ 10നേക്കാളും ചെറിയൊരു വാല്യൂ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഈഫ്, എൽസ്, അതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റർ നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ്ക്ലമേഷൻ, അതായത് നോട്ട് ഈക്വൽ ടു, നോട്ട് എന്നുള്ള സിമ്പിളാണത്. ദെൻ ഡബിൾ ആംപർസാൻഡ്, അതായത് ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ. നിങ്ങൾ ഗേറ്റ് വൈസിൽ, അതായത് ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആൻഡ് യൂസ് ചെയ്യും. ആ ആൻഡ് അല്ല, ഇവിടെ രണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൻഡ്, 2 ആംപർസാൻഡ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഓർ സിമ്പിൾ, ഡബിൾ ഓർ സിമ്പിൾ. ഫോർ എക്സാമ്പിൾ ഇഫ് എ ഈക്വൽസ് 10 ആൻഡ് ബി ഈക്വൽസ് 100. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 10ഉം ആകണം, അതുപോലെ തന്നെ ബിയുടെ വാല്യൂ 100ഉം ആകണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഇവിടെ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് രണ്ട് റിലേഷണൽ ഓപ്പറേറ്റർ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റർ നോർമലി യൂസ് ചെയ്യുക. നെക്സ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ മെയിനായിട്ടും വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ഒരു വേരിയബിളിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഈക്വൽ ടു ഉണ്ട്, പ്ലസ് ഈക്വൽ ടു ഉണ്ട്, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് പ്ലസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 എന്നുള്ള വാല്യൂ ഈ എക്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യണം. അതോടുകൂടെ തന്നെ എക്സിനകത്ത് ഓൾറെഡി ഉള്ള വാല്യൂ ഈ 20യുടെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സിനകത്ത് 10 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെന്ന് കരുതുക. എക്സിനകത്ത് 10 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്.
സോ എക്സ് പ്ലസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 20. അതായത് എക്സിനകത്ത് 10 ഓൾറെഡി ഉണ്ട്. സോ 10 പ്ലസ് 20 30. ആ 30 ആയിരിക്കും പിന്നെ എക്സിലോട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് എക്സ് പ്ലസ് ഈക്വൽ ടു. ഇതുപോലെ തന്നെയാണ് മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു. ദെൻ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. സി പ്രോഗ്രാമിനകത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു രണ്ട് ഓപ്പറേറ്റർ ആണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ ചെയ്യുക, ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ 1 വെച്ച് ഡിക്രിമെന്റ് ചെയ്യുകയോ ചെയ്യും. അതാണ് പ്ലസ് പ്ലസും മൈനസ് മൈനസും യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 10 ജെ. ഇവിടെ രണ്ട് വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വേരിയബിളിനകത്ത് 10 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വേരിയബിൾ ജെ ആണ്. ഇനി നമ്മൾ ജെ ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി നടക്കുന്ന ഓപ്പറേഷന് ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ആണ്. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. അപ്പോൾ ഇവിടെ ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാണുന്നത് ഐ എന്നുള്ള വേരിയബിൾ ആണ്. ഐക്കകത്ത് 10 എന്നുള്ള വാല്യൂ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 10 എന്നുള്ള വാല്യൂ ഇങ്ങോട്ട് അസൈൻ ചെയ്യും, ജെയിലോട്ട് അസൈൻ ചെയ്യും. ഇപ്പോൾ ജെയുടെ വാല്യൂ 10 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ ഐ പ്ലസ് 1 ആകും, അതായത് 11 ആകും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ 11 ആകും, ജെയുടെ വാല്യൂ 10 ആകും. ഇനി വേറെ കേസ് നോക്കാം. ഐ ഈക്വൽ ടു 20. ഈ ഒരു കേസിൽ ഐയിൽ ഇനീഷ്യലി 20 ആണുള്ളത്. ജെ ഈക്വൽ ടു മൈനസ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നത് മൈനസ് ഓപ്പറേഷനാണ്. സോ ഐക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അതിൽ നിന്ന് ഒരു വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്യും. സോ 19 ആകും. ഐൻ്റെ വാല്യൂ ഓൾറെഡി 20 ആയിരുന്നു, അത് 19 ആകും. ആ 19 ജെയിലോട്ട് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഐൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും, അതായത് ഐ 20യിൽ നിന്ന് 19 ആകും. സോ ഐ ഈക്വൽ ടു 19, ജെ ഈക്വൽ ടു 90. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഈ ഒരു കേസ് നോക്കുക. ഒരു എക്സാമ്പിൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻറ്റ് സി, സി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് 5 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് സിക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി സിക്കകത്ത് 5 ആണുള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 5 എന്നുള്ള വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുക. ഇനി അടുത്തതും ഒരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ സി പ്ലസ് പ്ലസ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് സിക്കകത്ത് 5 ഉണ്ട്, ഐ 5നോട് കൂടെ ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി സി പ്ലസ് പ്ലസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് ഈ സി ആണ് അല്ലേ, പ്ലസ് പ്ലസ് അല്ല. അപ്പോൾ സിക്കകത്ത് 5 ആണുള്ളത്. അപ്പോൾ 5 ആണ് പ്രിൻ്റ് ചെയ്യുക. അത് പ്രിൻ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, സിയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, അതായത് 6 ആവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും അഗെയിൻ 5 ആണ് പ്രിൻ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിയിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് 5 അത് പ്രിൻ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും സിക്കകത്തുള്ള വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്തത്. അത് പ്രിൻ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അതായത് സിയുടെ വാല്യൂ ഇപ്പോൾ 6 ആയി. പ്രിൻ്റ് ചെയ്യുന്നത് 5 തന്നെ ആയിരിക്കും, പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്തതിന് ശേഷം സിയുടെ വാല്യൂ 6 ആകും. ദെൻ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി സി. ഇനി സിയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 6 ആണ് പ്രിൻ്റ് ചെയ്യുക. സോ ഈ ഒരു 3 ലൈന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈനിൽ 5 പ്രിൻ്റ് ചെയ്യും, സെക്കൻഡ് ലൈനിലും 5 പ്രിൻ്റ് ചെയ്യും, തേർഡ് ലൈൻ ആകുമ്പോൾ 6 പ്രിൻ്റ് ചെയ്യും. ഇനി വീണ്ടും നമ്മൾ സിയുടെ വാല്യൂ 5 ആക്കി തിരിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് പ്രിൻ്റ് ചെയ്യും. സിക്കകത്ത് 5 ആണുള്ളത്, ആ 5 പ്രിൻ്റ് ചെയ്യും. അഗെയിൻ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി പ്ലസ് പ്ലസ് സി. അതായത് ഇവിടെ ഫസ്റ്റ് കാണുന്നത് പ്ലസ് പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, സിക്കകത്ത് ഓൾറെഡി ഒരു 5 വാല്യൂ ഉണ്ട്, അത് ഇൻക്രിമെൻ്റ് ചെയ്യും. സിയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. സിയുടെ വാല്യൂ 6 ആവും. ആ 6 ആണ് പ്രിൻ്റ് ചെയ്യുക ഇവിടെ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അഗെയിൻ സി പ്രിൻ്റ് ചെയ്യാനാണ്. സോ 6 പ്രിൻ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 5 6 6 അങ്ങനെ ആയിരിക്കും ഇത് പ്രിൻ്റ് ചെയ്യുക. ഫസ്റ്റ് കേസിൽ 5 5 6, സെക്കൻഡ് കേസിൽ 5 6 6 ഇങ്ങനെ ആവും ഇത് പ്രിൻ്റ് ചെയ്യുക. Then conditional operator or otherwise called ternary operator. അതായത് സി പ്രോഗ്രാമിനകത്ത് ഈഫ് എൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ലോജിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈഫ് എൽസ് യൂസ് ചെയ്യുക.
അതായത് എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ വേറെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് സി പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഓർ ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ ഇറ്റ് യൂസസ് ദി കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ സിമ്പൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിരിക്കും, ദെൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും, ദെൻ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്കൊരു ക്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു ജേക്കകത്തൊരു വാല്യൂ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ജേക്കകത്ത് ഇനീഷ്യലി 0 ആണെങ്കിൽ, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ളത്, 0 ആണെങ്കിൽ 0 തന്നെ ഇവിടെ ക്യൂ കാത്തോട്ടും 0 സ്റ്റോർ ചെയ്യും. അതായത് ജയുടെ വാല്യൂ 0 ആണെങ്കിൽ ക്യൂ ഈക്വൽ ടു 0. ഇനി ജയുടെ വാല്യൂ 0 അല്ലെങ്കിൽ എന്ത് ചെയ്യണം? i/j ചെയ്യണം. i/j, അതായത് ഈ ഒരു എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ക്യൂവിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്ററാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. അതായത് നിങ്ങൾക്കറിയാം ബൈനറി വാല്യൂസ് ഉണ്ടല്ലേ, അതായത് ഏതൊരു ഡെസിമൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ബിറ്റ് വൈസ് വാല്യൂസ് ഉണ്ട്, ബിറ്റ് വാല്യൂസ് ഉണ്ട്. ആ ബിറ്റ് വാല്യൂസ് തമ്മിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ടിൽഡ് ഓപ്പറേറ്റർ, അതായത് വൺസ് കോംപ്ലിമെൻറ്റ്. വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്പേഴ്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 എന്നുള്ളൊരു നമ്പർ, 2 എന്നുള്ള നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി വാല്യൂ എത്രയാണ്? 2 എന്നുള്ള ബൈനറി വാല്യൂ 0 1 0 ആണ് 2ൻ്റെ ബൈനറി വാല്യൂ. നമുക്കൊരു 4 ഡിജിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാം, 0 0 1 0. ഇനി ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കമ്പ്യൂട്ടർ ചെയ്യുക, ഇതിൻ്റെ ബിറ്റ്സ് എല്ലാം റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 0 1, അതായത് 0 1 ആകും, 1 0 ആകും, 0 1 ആകും, എഗെയിൻ ഈ 0യും 1 ആകും. ഇതാണ് ഇതിൻ്റെ ബിറ്റ് റിവേഴ്സ് ചെയ്തിട്ടുള്ള വാല്യൂ, അതായത് വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി സിസ്റ്റം ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ഈ വൺസ് കോംപ്ലിമെൻറ്റ്, അതായത് കമ്പ്യൂട്ടർ മോണിറ്ററിനകത്തോട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് അത് പ്രിൻറ്റ് ചെയ്യുക. അതായത് 2's കോംപ്ലിമെൻ്റ് ആണ് അത് പ്രിൻറ്റ് ചെയ്യാറ്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് പ്രിൻറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഒരു നമ്പറിനെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ നെഗറ്റീവ് വാല്യൂ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ -3 ആയിരിക്കും, 4ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് -5 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂസ് ഷിഫ്റ്റ് ചെയ്യാൻ, ബിറ്റ് വൈസ് വാല്യൂസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 തന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2യുടെ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ 0 0 1 0. ഇതാണ് 2യുടെ ബൈനറി വാല്യൂ. ഇതിനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ 0 ഈ പൊസിഷനിലോട്ട് വരും, ഈ 1നെ ഈ പൊസിഷനിലോട്ട് വരും, ഈ 0നെ ഈ പൊസിഷനിലോട്ട് വരും, ഈ 0 അപ്പുറത്തോട്ട് കടക്കും. സോ അതിൻ്റെ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, അതായത് ഈ 0 ഇങ്ങോട്ട് വന്നു, ദെൻ 1 0 0, അതിൻ്റെ ലാസ്റ്റ് ഒരു 0 കയറി വരും, ഈ 0നെ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എത്രയാണ്? 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. ഓക്കെ, ഇനി ഇതിനെ എഗെയിൻ ലെഫ്റ്റിലോട്ട് പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 നേരെ ഇവിടെ കയറി വരും, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 0 വരും. സോ 1 0 0 0 എന്നാണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, 2ൽ നിന്ന് ഒരു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 4 ആയി, 4നെ ഒരു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 8 ആയി. അതായത് ഇറ്റ് ഈസ് ഈക്വലൻ ടു മൾട്ടിപ്ലൈയിങ് ബൈ 2 അല്ലേ? ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ് ലെഫ്റ്റിലോട്ട് പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക എന്നാൽ. ഇതേപോലെ തന്നെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഈ എൻഡിലൊരു 0 കയറി വരും, ദാറ്റ് ഈസ് 4. ഇതേപോലെ 4നെ റൈറ്റിലോട്ട് പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അതാണ് ബിറ്റ് വൈസ് ഷിഫ്റ്റ് റൈറ്റ്.
ഇനി ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്. ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4ഉം 8ഉം തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 ആൻഡ് 8 ചെയ്യുകയാണെങ്കിൽ 0യും 0യും തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. 0യും 0യും അഗെയിൻ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. 1ഉം 0യും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. 0യും 1ഉം ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും 0 ആണ് കിട്ടുക. സോ ഔട്ട്പുട്ട് വിൽ ബി 0 0 0 0. ഇനി എപ്പോഴാണ് 1 ആകല്? അതായത് രണ്ടും ഡിജിറ്റും 1 ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ഒരു ഡിജിറ്റ് 0യും മറ്റേ ഡിജിറ്റ് 1ഉം ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. ഇനി ഒരു ഡിജിറ്റ് 1ഉം മറ്റേ ഡിജിറ്റ് 0 ആണെങ്കിലും റിസൾട്ട് 0 ആയിരിക്കും. ഇനി രണ്ടും 0 ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. ഇതാണ് ആൻഡ് ഓപ്പറേഷൻ. ഇനി എക്സോർ ഓപ്പറേറ്റർ ഉണ്ട്. എക്സോർ ഓപ്പറേറ്റർ അതായത് എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് ഓർ എന്ന് വെച്ചാൽ രണ്ടും ഡിഫറെൻറ്റ് ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1ഉം 0യും തമ്മിൽ എക്സ്ക്ലൂസീവ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 0യും 1ഉം ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 1ഉം 1ഉം ആണെങ്കിൽ 0 ആണ് കിട്ടുക. 0യും 0യും ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. ഇതേപോലെ തന്നെ ബിറ്റ് വൈസ് ഓർ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ റിസൾട്ട് 1 ആണ് കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1ഉം 0യും ചെയ്താൽ 1 കിട്ടും. 0യും 1ഉം ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 1ഉം 1ഉം ചെയ്ത് കഴിഞ്ഞാലും 1 കിട്ടും. 0യും 0യും ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. അടുത്തത് സ്പെഷ്യൽ ഓപ്പറേറ്റർ. സ്പെഷ്യൽ ഓപ്പറേറ്റർ ആയിട്ട് സി പ്രോഗ്രാമിനകത്ത് പറയുന്നത് കോമ ഓപ്പറേറ്റർ ഉണ്ട്. അതായത് നിങ്ങളൊരു ഫോർ ലൂപ്പ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ ലൂപ്പ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കോമ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എ കോമ ബി എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യും. ഈ എ കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാറുണ്ട്. അതാണ് കോമ ഓപ്പറേറ്റർ. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഫംഗ്ഷൻ അതായത് ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് റിട്ടേൺ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് പോയിന്റിന് 4 ബൈറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ സൈസ് ഓഫ് ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് റിട്ടേൺ ചെയ്യുക. ഇതേപോലെ സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 64 ബിറ്റ് മെഷീൻ ആണെങ്കിൽ 4 റിട്ടേൺ ചെയ്യും. 32 ബിറ്റ് മെഷീൻ ആണെങ്കിൽ 2 ആണ് റിട്ടേൺ ചെയ്യുക. ഇനി സൈസ് ഓഫ് കാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് നോർമലി 1 ബൈറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക. സോ 1 ആണ് റിട്ടേൺ ചെയ്യുക. ദെൻ അടുത്തത് അഡ്രസ് ഓപ്പറേറ്റർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാനും വേണ്ടിയിട്ടാണ് ആമ്പർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്യുക. ദെൻ പോയിന്റർ ഓപ്പറേറ്റർ ഉണ്ട്. ഇതും അഡ്രസ്സിൻ്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. നമ്മൾ ടോപ്പിക്ക് വരുന്നുണ്ട്. പോയിന്ററിൻ്റെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് സ്റ്റാർ എക്സ് ഈക്വൽ ടു ആമ്പർസാൻഡ് ബി. അതായത് ബി എന്ന് പറഞ്ഞ മെമ്മറി വേരിയബിൾ, ഈ ഒരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സാണ് എക്സിനകത്തോട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് ഇതിൻ്റെ മീനിങ്. ദെൻ ഓർഡർ ഓഫ് പ്രസിഡൻസ്. ഇനി ഒരു ഓപ്പറേറ്റർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ചില ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഓർഡർ ഉണ്ട്. ഏറ്റവും പ്രിഫറൻസ് കൂടുതൽ അല്ലെങ്കിൽ പ്രസിഡൻസ് കൂടുതൽ പാരാന്തസിസിനാണ്. നമ്മൾ നേരത്തെ ഒരു ആവറേജ് കാണേണ്ട ഒരു പ്രോഗ്രാം ചെയ്തു. അതായത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡൻസ് ഏറ്റവും കൂടുതൽ ഡിവിഷനാണ്. ഇവിടെ ഈ ഓർഡർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പാരാന്തസിസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലിൽ വരുന്ന ഓപ്പറേറ്റേഴ്സിനാണ് പ്രസിഡൻസ് കൂടുതൽ. പ്ലസ് ഒക്കെ അതിന് താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഡിവിഷനാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചെയ്യുക C/3 ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ കിട്ടുന്ന റിസൾട്ട് ഈ ബിയുടെ കൂടെ ആഡ് ചെയ്യും, ദെൻ എയുടെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് റോങ് റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടും. ഇപ്പം എന്ത് ചെയ്യും, എയും ബിയും സിയും ആഡ് ചെയ്യും. അത് കിട്ടുന്ന റിസൾട്ടിനോട് 3 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പാരാന്തസിസിനാണ് പ്രസിഡൻസ് കൂടുതൽ. അതായത് പാരാന്തസിസിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ എന്താണോ നിങ്ങൾ ഇട്ടിട്ടുള്ളത് അതാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം പ്രസിഡൻസ് കൂടുതലുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്, പിന്നെ ഡിവിഷനാണ്, പിന്നെ മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് ഇതിന് പറയുക. മോഡുലസ് റിമൈൻഡർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് മോഡുലസ്. ദെൻ പ്രസിഡൻസ് കൂടുതലുള്ളത് പ്ലസിന്, ദെൻ മൈനസിന്, ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ദെൻ ഈക്വൽ ടു. ഇത് ഈക്വൽ ടു പറഞ്ഞാൽ കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. ഇനി ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷനകത്ത് തന്നെ ഈ 3 സ്റ്റേറ്റ്മെന്റും ഈ 3 ഓപ്പറേറ്ററും വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനകത്ത് തന്നെ ഈ 2 ഓപ്പറേറ്ററും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുക്കുക.
അതായത് എക്സ്പ്രഷനിൽ ലെഫ്റ്റിൽ നിന്നാണ് ഇവാലുവേഷൻ തുടങ്ങുക. അതാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, ഒരു സാമ്പിൾ പ്രോഗ്രാം. സോ വോയിഡ് മെയിൻ, ഇതിനകത്ത് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ് എ ഈക്വൽ ടു 10 ഫോർ എക്സാമ്പിൾ. ഇതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, അതായത് 10 എന്നുള്ള വാല്യൂ എ എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാണ്. സോ ഹിയർ വി യൂസ്ഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു. നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് %d, എക്കകത്തുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്കൊരു ന്യൂ ലൈനും പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലൈനും കൂടി പ്രിന്റ് ചെയ്യാം. സോ /n എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ 10 എന്നുള്ള വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേറൊരു മോഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഒന്ന് നോക്കി നോക്കാം. അതായത് എ പ്ലസ് ഈക്വൽ ടു 1 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എക്കകത്ത് ഓൾറെഡി 10 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, അതോടുകൂടെ 1 എന്നുള്ള വാല്യൂ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ എ പ്ലസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ഓട് കൂടെ 2 ആഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഈക്വലൻ ടു, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കമൻറ്റ് ചെയ്ത് എഴുതിയാണ്, എ ഈക്വൽ ടു എ പ്ലസ് 2. ഇതാണ് ഇതിൻ്റെ മീനിങ്. അതായത് എക്കകത്ത് 10 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിനോട് കൂടെ 2 ആഡ് ചെയ്യാം. സോ 12, ആ 12 ആണ് പിന്നെ ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഈ ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യാം. എയുടെ വാല്യൂ ഒന്നുകൂടി പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് 10 ആണ് പ്രിന്റ് ചെയ്തത്. സെക്കൻഡ് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് 12ഉം പ്രിന്റ് ചെയ്തു. ഇതേപോലെ തന്നെ ഇവിടെ മൈനസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 10 മൈനസ് 2 ആണ് കാണുക. അതായത് എ ഈക്വൽ ടു എ മൈനസ് 2, അതാണ് ഇതിൻ്റെ ഈക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10ഉം 8ഉം ആണ് കിട്ടുക. 10ൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ട്. അതുപോലെ എന്ത് വാല്യൂ ആണെങ്കിലും ഇവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 5 ആണ് കൊടുത്തെങ്കിൽ 10ഉം 5ഉം ആയിരിക്കും കിട്ടുന്ന റിസൾട്ട്. ഇതേപോലെ ഏത് ഓപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഏത് ഓപ്പറേറ്ററും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിന് എക്സാമ്പിൾ. ഇനി നമുക്ക് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതേ വേരിയബിൾ തന്നെ യൂസ് ചെയ്യാം. എ ഈക്വൽ ടു 10. So print of %d, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ് പ്രിന്റ് ചെയ്യുക. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10 ആണ് പ്രിന്റ് ചെയ്യുക. കാരണം ഇവിടെ എക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അതാണ് ഫസ്റ്റ് %d റീപ്ലേസ് ചെയ്യുക. സോ എക്കകത്ത് 10 ആണ് ഉള്ളത്. അതിനുശേഷം അത് പ്രിന്റ് ചെയ്തതിന് ശേഷം എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു എ ഈക്വൽ ടു എ പ്ലസ് 1, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് 2 പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. പ്രിന്റ് ഓഫ് %d, നമുക്കൊരു ന്യൂ ലൈനും കൂടി പ്രിന്റ് ചെയ്യാം, എ. സോ ഫസ്റ്റ് പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 10 ആണ് പ്രിന്റ് ചെയ്യുക. എഗെയിൻ രണ്ടാമത്തെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റും 10 ആണ് പ്രിന്റ് ചെയ്യുക. സോ ഔട്ട്പുട്ട് വിൽ ബി 10. നമുക്ക് ഇനി ഒന്നും കൂടി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ എയുടെ വാല്യൂ ഒന്നും കൂടിയും ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ ഈ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ അത് 11 ആയി മാറിയിട്ടുണ്ടാകും. കാരണം ഇവിടെ നമ്മൾ എ പ്ലസ് പ്ലസ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ 10, 11. അത് നമ്മളിവിടെ ഒരു /n കൊടുക്കാത്ത കാരണമാണ് അങ്ങനെ വന്നത്. ഒരു /n കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കാണാൻ പറ്റും. 10, 11. ഇനി സപ്പോസ് ഇത് നിങ്ങൾ മൈനസ് ആണ് കൊടുത്തെങ്കിൽ എ ഈക്വൽ ടു എ മൈനസ് 1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് 10 പ്രിന്റ് ചെയ്യും, എഗെയിൻ ഈ 10 പ്രിന്റ് ചെയ്യും, അതിനുശേഷം പ്രിന്റ് ചെയ്തതിന് ശേഷം ഒരു വാല്യൂ മൈനസ് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും. പിന്നെ ആ ഡിക്രിമെൻറ്റ് ചെയ്ത റിസൾട്ടാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നതാണ്. സോ എ മൈനസ് മൈനസ് ഈക്വൽ ടു എ ഈക്വൽ ടു എ മൈനസ് 1, അതാണ് അതിൻ്റെ ഈക്വലൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇനി നമുക്ക് ടെർണറി ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ടെർണറി ഓപ്പറേറ്റർ, അതർവൈസ് കോൾഡ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. എ ഈക്വൽ ടു എക്സാമ്പിൾ 10.
നമുക്ക് ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ജെ. 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് ജെ ഈക്വൽ ടു ജെ, ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എ ലെസ് ദാൻ 10. അതായത് എയുടെ വാല്യൂ എയിൽ ഇപ്പോൾ 10 ആണുള്ളത്. അത് ഫോർ എക്സാമ്പിൾ ഇവിടെ 100 കൊടുക്കാം. എയുടെ വാല്യൂ 100-നേക്കാളും ചെറിയ ഒരു നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിലോട്ട് ജെയിലോട്ട് 1 സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 2 സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് ജെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എഫ് %d, ജെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. പ്രിന്റ് 1 ആണ് പ്രിന്റ് ചെയ്തത്. അതെങ്ങനെ വന്നത്? ഇവിടെ എയുടെ വാല്യൂ ഇനീഷ്യലി 10 ആണ്. 10 ലെസ് ദാൻ 100 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. 10 ലെസ് ദാൻ 100 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. 10 ലെസ് ദാൻ 100 ആണ് അല്ലേ? 10 എന്നുള്ള ചെറിയൊരു വാല്യൂ ആണ്, 100-നേക്കാളും ചെറിയൊരു വാല്യൂ ആണ്. അങ്ങനെ ആണെങ്കിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്ന വാല്യൂവിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ജെക്കകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇനി 10 100-നേക്കാളും ചെറിയൊരു നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ 2 ആണ് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എക്കകത്ത് 1000 സ്റ്റോർ ചെയ്യാൻ കരുതുക. ഇങ്ങനെ ആവുമ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 2 ആയിരിക്കും. 2 ആണ് വന്നത്. കാരണം ഇവിടെ 1000 എന്നുള്ളത് 100-നേക്കാളും ചെറിയ ഒരു നമ്പർ അല്ല. അല്ലെങ്കിൽ ഈ 2 ആണ് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ ജെയിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് ഇവിടെ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ടെർണറി ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിളും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടിൽഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ നെഗേഷൻ ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ ഇൻഡ് എ ഈക്വൽ ടു നമുക്കൊരു 4 സ്റ്റോർ ചെയ്യാം. എ ഈക്വൽ ടു 4. നമ്മൾ ടിൽഡ് ഓപ്പറേറ്റർ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എഫ് നമുക്കൊരു വേരിയബിൾ കൊണ്ട് ഡിക്ലെയർ ചെയ്യാം. ഒരു റിസൾട്ട് തന്നിട്ട്, അല്ലെങ്കിൽ റിസൾട്ട് തന്നിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ പ്രിന്റ് എഫ് അല്ലെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു ടിൽഡ് എ. പിന്നെ ടിൽഡ് ഓപ്പറേറ്റർ എന്നാണ് പറയാം, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ബിറ്റ് വൈസ് കോംപ്ലിമെന്റ്. അപ്പോൾ ഇവിടെ എന്താ ആക്ച്വലി നടക്കുക, 4-നകത്തുള്ള കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ് 4-ന്റെ ബൈനറി വാല്യൂ. അതിനെ നേരെ തിരിച്ചാക്കും. അതായത് എല്ലാ 1ഉം 0 ആക്കും, എല്ലാ 0നും 1 ആകും. സോ 100 ആണ് 4-ന്റെ ബൈനറി വാല്യൂ. അതിനെന്താക്കും, 011 ആക്കും. 011 ആകും. അതിനുശേഷം ഒരു 1 ആഡ് ചെയ്യും. അപ്പോൾ ആക്ച്വലി കമ്പ്യൂട്ടർ 2's കോംപ്ലിമെന്റ് ആണ് കാണുക. ഒരു ടിൽഡ് ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ 2's കോംപ്ലിമെന്റ് ആണ് കാണുക. അപ്പോൾ ഒരു 4-ന്റെ 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആയിരിക്കും. -5. നമുക്ക് ഈ ഒരു റിസൾട്ട് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എഫ് %d, റിസൾട്ട് പ്രിന്റ് ചെയ്യുക. അതായത് റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ 4 കൊടുത്തു കഴിഞ്ഞാൽ -5 ആണ് പ്രിന്റ് ചെയ്യുക. 7 കൊടുത്തു കഴിഞ്ഞാൽ -8 പ്രിന്റ് ചെയ്യണം. -8. അപ്പോൾ ഇങ്ങനെയാണ് ടിൽഡ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഓപ്പറേറ്റർ ആയിട്ടുള്ള ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ലെഫ്റ്റ് ഷിഫ്റ്റ് അതായത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 2. റിസൾട്ട് ഈക്വൽ ടു എ എന്നുള്ള വേരിയബിളിനെ ലെഫ്റ്റിലോട്ട് ഡബിൾ ലെസ് ദാൻ യൂസ് ചെയ്യണേ. സിംഗിൾ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ അത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആയിട്ട് മാറും, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ട് മാറും. എനെ ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിഫ്റ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ഈ റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2നെ ഒരു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4 ആകും എന്നുള്ളത്. സോ റിസൾട്ട് 4 ആയിരിക്കും. 2നെ 2 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 8 ആവും. അതങ്ങനെ പോകും. 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 16 ആവും. അതങ്ങനെ പോകും. അപ്പോൾ ലെഫ്റ്റിലോട്ട് പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്
ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇനി റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആയിരിക്കും. സോ 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 ആണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. സോ റിസൾട്ട് 1 ആയിരിക്കും. ഈ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ 8 ഉണ്ട്. ആ 8നെ ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 4 ആയിരിക്കും. അതായത് 8/2 ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 4 ആയിരിക്കും. 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 2 ആയിരിക്കും. സോ അതാണ് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. ഇനി ആൻഡ് ഓപ്പറേറ്റർ ഒന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ എക്കകത്ത് 2 എന്നുള്ള വാല്യൂ ഉണ്ട്. നമുക്കൊരു വേരിയബിൾ കൊണ്ട് ഡിക്ലെയർ ചെയ്യാം. ബിക്കകത്ത് 3 എന്നുള്ള വാല്യൂ ഉണ്ട് കരുതുക. ദെൻ റിസൾട്ട് ഈക്വൽ ടു എ ആൻഡ് ബി എന്ന് കൊടുക്കാം. എ ആൻഡ് ബി. സോ എ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ, ബൈനറി വാല്യൂ, അതായത് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 1, 0 ആണ്. 3യുടെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 0, 1, 1 ആണ്. അപ്പോൾ അത് തമ്മിൽ ആൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രണ്ടും സെയിം ബിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. രണ്ടും ഡിഫറെൻറ്റ് ബിറ്റ് വരികയാണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. അതാണ് ആൻഡ് ഓപ്പറേറ്റർ. സെയിം ബിറ്റ് എന്ന് വെച്ചാൽ രണ്ടും സെയിം ബിറ്റ് 1 ആയിരിക്കണം. രണ്ടും സെയിം ബിറ്റ് 0 ആണെങ്കിൽ റിസൾട്ട് 0 തന്നെ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ താഴെ തന്നെ ടൈപ്പ് ചെയ്യാം. 2ൻ്റെ ബൈനറി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 1, 0 ആണ്. 0, 1, 0. അതേപോലെ 3യുടെ ബൈനറി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 1, 1 ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0യും 1ഉം ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. 1ഉം 1ഉം ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ആണ് കിട്ടുക. 0യും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. സോ 0, 1, 0 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. 0, 1, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2. കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 2 റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർ ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബിറ്റ് 1 വന്നു കഴിഞ്ഞാൽ റിസൾട്ട് 1 ആയിരിക്കും. ഇപ്പോൾ 2ൻ്റെ ബൈനറി വാല്യൂ 0, 1, 0 ആണ്. 3യുടെ ബൈനറി വാല്യൂ 0, 1, 1 ആണ്. സോ ഇത് തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ 0യും ഓർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. 1ഉം 1ഉം ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. 0യും 1ഉം ഓർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 1 ആണ് കിട്ടുക. സോ 0, 1, 1 ആയിരിക്കും റിസൾട്ട് കിട്ടേണ്ടത്. 0, 1, 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ആണ് റിസൾട്ട് കിട്ടുക. ഇതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ ഉണ്ട്. എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ ക്യാപ്പ് സിമ്പിളാണ് നോർമലി ഇടുക. എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേറ്റർ ചെയ്യുക. രണ്ടും ഡിഫറെൻറ്റ് ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2ൻ്റെ ബൈനറി വാല്യൂ 0, 1, 0. 3യുടെ ബൈനറി വാല്യൂ 0, 1, 1. ഇവിടെ 0യും എക്സ്ക്ലൂസീവ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. 1ഉം 1ഉം എക്സ്ക്ലൂസീവ് ഓർ ചെയ്ത് കഴിഞ്ഞാലും 0 ആണ് കിട്ടുക. 0യും 1ഉം എക്സ്ക്ലൂസീവ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. കാരണം രണ്ട് ഡിഫറെൻറ്റ് ബിറ്റ് വന്നു. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട റിസൾട്ട് 1 ആയിരിക്കണം. 1 റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ പറഞ്ഞു, ഓർ ഓപ്പറേഷൻ പറഞ്ഞു, അതുപോലെ എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷനും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ബൈനറി അല്ലെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ഇത് ആ പേര് വരാൻ കാരണം ഓരോ ബിറ്റ് വൈസ് ആണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പേര് വരാൻ കാരണം. ഈ വീഡിയോ തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.